നമുക്കിപ്പോൾ ഒഴിക്കുമ്പോൾ തന്നെ നല്ല തെളിഞ്ഞാണ് ഈ സാധനം വരുന്നത്. അതെ, ഞാൻ പറഞ്ഞു നമ്മളതിനെ പറഞ്ഞു നമ്മളതിൻ്റെ പ്രത്യേകത ഈ ക്ലാരിറ്റി, വൈറ്റ് ഷെയ്ഡിങ് ആണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. നമ്മളെ മാർക്കറ്റിൻ്റെ ഐഡൻറ്റിറ്റി അതൊക്കെ തന്നെയാണ്. നല്ല വൃത്തിയാണല്ലേ, നല്ല പ്യുവറായിട്ട് നിൽക്കും. അതെ ഓക്കെ. ശരീരത്തിലുള്ള ഈ സൊറിയാസിസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കരപ്പൻ എന്നൊക്കെ പറയുന്ന രോഗത്തിന് ഏറ്റവും നല്ലതാണ്. ഇത് വലിയവർക്കും പറ്റും. പിന്നെ ന്യൂ ബോൺ ബേബീസിനാണ് കൂടുതൽ പരമ്പരാഗത ശൈലിയിൽ പണ്ട് കാലത്ത് മുതൽ തേച്ച് കൊണ്ട് വരുന്ന സ്ത്രീകൾ പ്രസവം കഴിഞ്ഞു കിടക്കുന്ന സ്ത്രീകൾക്ക് ശരീരത്തിൽ പുരട്ടുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല പച്ച വെള്ളം പോലെ തെളിഞ്ഞ നല്ല പ്യുവറായിട്ടുള്ള വെർജിൻ കോക്കനട്ട് ഓയിൽ, അതായത് വെന്ത വെളിച്ചെണ്ണ, നമ്മൾ ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയുന്ന സാധനം. നമ്മൾ പല സ്ഥലത്തു നിന്നും ഈ ഉരുക്കെണ്ണ കണ്ടിട്ടുണ്ടാവും, അതെല്ലാം ഒരു ബ്രൗൺ നിറത്തിലായിരിക്കും. പക്ഷേ ഇതങ്ങനെയല്ല, നല്ല പ്യുവറായിട്ട് നല്ല പച്ച വെള്ളം പോലെ തെളിഞ്ഞ ഒരു വെർജിൻ കോക്കനട്ട് ഓയിലാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് മേക്ക് ചെയ്യണത്, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിന്നെത്തിയത് മലപ്പുറത്താണ്. മലപ്പുറം കൊണ്ടോട്ടിക്കടുത്ത് നെടിയിരിപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. 3 ആൾക്കാർ ചേർന്ന് ഒരു ചെറിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് അവരുടെ സ്ഥാപനം. അപ്പോൾ കൂടുതൽ വിവരങ്ങളെല്ലാം നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിക്കാം. ഹായ് ബ്രോ. ഹായ്. ഇത് ഞങ്ങൾ കൊണ്ടോട്ടിയാണ് സ്ഥലം, മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിയാണ് സ്ഥലം. ഞങ്ങൾ വെർജിൻ കോക്കനട്ട് ഓയിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതായത് വെന്ത വെളിച്ചെണ്ണ, പഴയ പരമ്പരാഗത ശൈലിയിൽ പണ്ടുണ്ടാക്കുന്ന അതേ രൂപത്തിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ തേങ്ങ കളക്ട് ചെയ്ത് പിന്നെ അത് പൊതിച്ച് നമ്മൾ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടാണിത് ചെയ്യുന്നത്. എൻ്റെ പേര് ഷാജഹാൻ. ഇത് പുള്ളിക്കാരനാണ്, നമ്മളെ പാർട്ണറാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് ഈ ഫാമ്. വേറെ ഒരാളുകൂടി ഉണ്ട്. നമ്മൾ ഒരു 4 വർഷത്തോളമായി ഇവിടെ വർക്ക് ചെയ്യണം. അങ്ങനെ പോകണം. പിന്നെ മുപ്പരും മുഹമ്മദ് അബ്ദുൽ നാസറാണ്. പറഞ്ഞിടത്തേക്ക് നാസർ കോട്ട എന്നാണ് എന്നെ അറിയപ്പെടുക. ചേട്ടാ, അപ്പോൾ നമുക്ക് ഈ വെർജിൻ ഓയിൽ ഉണ്ടല്ലോ, ഈ ഉരുക്കെണ്ണ, ഇത് കൂടുതലായിട്ട് ആരാണ് യൂസ് ചെയ്യണത്, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്? ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ 2 തരമുണ്ട്. 2 തരം എന്ന് പറഞ്ഞാൽ ഹോട്ട് പ്രോസസ്സും കൂൾ പ്രോസസ്സിങ്ങും. ഇന്ന് കൂടുതൽ അറിയപ്പെടുന്നത് കൂൾ പ്രോസസ്സിനാണ്. അത് ആണ് ബൾക്കായിട്ട് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൂടുതൽ ഉണ്ടാക്കാനുള്ള പിന്നെ അതായത് ഉണ്ടാക്കിയെടുക്കാനുള്ള മാർഗങ്ങളൊക്കെ അതിനാണുള്ളത്. പക്ഷേ അതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. രണ്ടും വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറയുമ്പോൾ അതിന് കുറഞ്ഞ വിലയുള്ളൂ. മറ്റത് 350 റുപ്യ 400 റുപ്യ കിട്ടും. പക്ഷേ ഇതിൻ്റെ അത്ര ഫലം അതിനില്ല. ഇത് നല്ല അതിൻ്റെ 3 ഇരട്ടി ഗുണങ്ങൾ ഇതിനുണ്ട്, ഈ പ്രോസസ്സിനുണ്ട്. ഇതാണ് ഹോട്ട് പ്രോസസ്സിങ്. ഇതാണ് ഹോട്ട് പ്രോസസ്സ് എന്ന് പറഞ്ഞത്. ഇതാണ് ഏറ്റവും കൂടുതൽ ഇതിൽ പിന്നെ ലോറിക് ആസിഡിൻ്റെ കണ്ടന്റ് ഏറ്റവും കൂടുതൽ ഇതിലാണ് ഉള്ളത്. അതിൽ ഇതിൻ്റെ തേങ്ങൻ്റെ പുറത്തുള്ള ബ്രൗൺ കളറുള്ള ഡസ്റ്റ് എടുക്കൂല. അപ്പോൾ അത് ഒഴിവാക്കിയിട്ടാണ് ഫുൾ പ്രോസസ്സ് ചെയ്യുന്നത്. പക്ഷേ അതെല്ലാം തേങ്ങൻ്റെ എല്ലാ ഭാഗങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് ഇതിന് ഏറ്റവും നല്ല മെഡിസിൻ വാല്യൂ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ, ഇത് ഉപയോഗിച്ചാലുള്ള ഗുണങ്ങൾ, ശരീരത്തിലുള്ള ഈ സൊറിയാസിസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കരപ്പൻ എന്നൊക്കെ പറയുന്ന രോഗത്തിന് ഏറ്റവും നല്ലതാണ്. അത് നമ്മൾ ഒരുപാട് ആൾക്ക് ഇതുണ്ടാക്കി അത് കൊടുത്ത് ഇതിൻ്റെ ഫലം അറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതിലേക്ക് ബൾക്കായിട്ട് വന്നത്. നമുക്ക് ധൈര്യമായിട്ട് ആരോടും പറയാനോ അല്ലെങ്കിൽ അതിന് കണ്ടീഷനായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഈ സാധനം ഉപയോഗിച്ചാൽ അസുഖം മാറുന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അതോടൊപ്പം തന്നെ പ്രമേഹ രോഗികളും കൂടുതൽ ഫാറ്റുള്ള ആൾക്കാരും ഇത് ഡെയിലി കഴിക്കുകയാണെങ്കിൽ, നിത്യേന 1 ടീസ്പൂണോ 2 ടീസ്പൂണോ നിത്യേന കഴിക്കുകയാണെങ്കിൽ അവർക്ക് പിന്നെ ഒരു നല്ല റിലീഫ് കിട്ടും. അതുപോലെ തന്നെ ശരീരത്തിൽ തേച്ച് കുളിക്കാൻ ഏറ്റവും നല്ല ഒരു മെഡിസിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നാണിത്. ഇത് വലിയവർക്കും പറ്റും. പിന്നെ ന്യൂ ബോൺ ബേബീസിനാണ് കൂടുതൽ പരമ്പരാഗത ശൈലിയിൽ പണ്ട് കാലത്ത് മുതൽ തേച്ച് കൊണ്ട് വരുന്ന സ്ത്രീകൾ പ്രസവം കഴിഞ്ഞു കിടക്കുന്ന സ്ത്രീകൾക്ക് ശരീരത്തിൽ പുരട്ടുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇത് പണ്ട് കാലത്ത് മുതലേ ഒരു നമ്മളെ ആയുർവേദ വിധി പ്രകാരം പണ്ട് കാലം മുതലേ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ അത് പ്രൊഡക്റ്റ് എന്നുള്ള നിലക്കാണ് ഞങ്ങളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബ്രോ, എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു പ്രോസസ്സിങ്? ഓക്കെ, പ്രോസസ്സിങ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ പിന്നെ തേങ്ങ എടുക്കുന്നു. നമ്മൾ തേങ്ങ എടുത്തിട്ട് പിന്നെ ഈ മെഷീനറിയിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. പൊളിച്ച് കഴിഞ്ഞ് നമുക്ക് തേങ്ങ ഈ രൂപത്തിൽ ആയി വരും. സാധാ നമ്മൾ പൊളിച്ച രൂപത്തിൽ തന്നെ ആയിട്ട് തന്നെ വരും. സാധാ നമ്മൾ കൈ കൊണ്ട് പൊളിക്കുന്ന ആ രൂപത്തിൽ തന്നെ ചെയ്യാം.
പിന്നെ നമ്മൾ ചെയ്യുന്നതാണ് ഈ സിസ്റ്റത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഇത് വെച്ച് പൊട്ടിക്കുന്നതിന്റെ മെയിൻ ഗുണം നമുക്ക് തേങ്ങ പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റില്ല. അതെ, പെട്ടെന്ന് പൊട്ടിച്ച സാധനം നമ്മൾ ക്രഷ് ചെയ്ത് പിന്നെ കുറേ പീസുകളായിട്ട് ചെതറും. ആ ചെതറി കഴിഞ്ഞാൽ നമുക്ക് കത്തിയെടുത്താണ്ട് പെട്ടെന്ന് തോണ്ടിയാൽ തന്നെ കിട്ടും. മറ്റത് നമ്മൾ ഭയങ്കര വരഞ്ഞെടുത്ത് ഭയങ്കര റിസ്ക് ആയിട്ട് എടുക്കണം. പിന്നെ ഇതിൻ്റെ നമ്മൾ പൊട്ടിക്കുന്നതിനനുസരിച്ച് നമുക്ക് തൊലി അടക്കം ഇതിൽ അടങ്ങി കിട്ടും. മറ്റേ വരണ്ടി എടുക്കുമ്പോൾ കുറേ അതിൻ്റെ തൊലിപ്പാട് ബ്രൗൺ ഷെയ്ഡിങ് ഉള്ളതുണ്ടല്ലോ, അതൊക്കെ പിന്നെ പോയേക്കാം. പക്ഷേ ഇതങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ നമുക്ക് മാക്സിമം ആ ബ്രൗൺ ഷെയ്ഡൊക്കെ അതിൻ്റെ കൂടുതൽ തേങ്ങേൻ്റെ കൂടുതൽ കിട്ടും, തേങ്ങാപ്പൂളിൻ്റെ കൂടുതൽ കിട്ടും. അപ്പോൾ ബ്രോ നമ്മളത് ഇവിടെ നിന്ന് പൊട്ടിച്ചെടുത്ത് നമ്മൾ ഇളക്കിയെടുത്തു. അത് കഴിഞ്ഞ് നമ്മുടെ നെക്സ്റ്റ് പ്രോസസ്സ് എന്താണ്? അപ്പോൾ നമ്മൾ പിന്നെ നല്ലോണം വൃത്തിയിൽ വെള്ളമിട്ട് കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ മെഷീനിൽ ക്രഷ് ചെയ്യും. അപ്പോൾ ക്രഷ് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പണ്ട് കാലത്ത് പറയും ചിരണ്ടുന്ന സിസ്റ്റം. അത് നമ്മൾ മെഷീനറി ആകുമ്പോൾ കുറച്ച് വൈഡായിട്ട് ചെയ്യുമ്പോൾ ബിസിനസ് ചെയ്യുമ്പോൾ മെഷീനറി സിസ്റ്റത്തിലൊക്കെ അപ്പോൾ ക്രഷ് ചെയ്യണ മെഷീനാണ്. ഓക്കെ, അതായത് നമ്മൾ ചിരകി എടുക്കുന്ന തേങ്ങ പോലെ ചെറിയ എടുക്കുന്ന പകരം നമ്മൾ എന്ത് ചെയ്യും, മെഷീനറി ആക്കിയിട്ട് ചെയ്യും ആണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ചിരകി എടുത്തതിന് ശേഷമുള്ള അടുത്ത പ്രോസസ്സ് നമ്മൾ ചിരകി എടുത്ത് നല്ല എടുത്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഈ മെഷീൻ പറയും ഇത് പാലെടുക്കുന്ന മെഷീനാണ്. നമ്മളെ ക്രഷ് ചെയ്തെടുത്ത് എന്ത് നേരെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ നേരെ പ്രോസസ്സിങ് നടന്നുകൊണ്ട് ഇതിലെ മിൽക്ക് പാൽ ഇതിലൂടെ വരും. പിന്നെ അതിൻ്റെ വേസ്റ്റ് ചണ്ടി ഇതിലൂടെ കൂടി ചാടും. അപ്പോൾ അതാണ് സിസ്റ്റം. പെട്ടെന്ന് തന്നെ പാലെടുക്കാനുള്ള ഒരു രൂപമാണ് നമ്മൾ ചെയ്യുന്നത്. പണ്ട് രൂപത്തിലുള്ള എടുക്കുകയാണെങ്കിലൊന്നും ആവില്ലല്ലോ. ഇപ്പോൾ കൂടുതൽ നമ്മൾ വൈഡായി ചെയ്യണമെങ്കിൽ മെഷീനറി സിസ്റ്റം തന്നെ ഉപയോഗിക്കണം. പാലെടുത്തതിൻ്റെ ശേഷമുള്ള വേസ്റ്റാണിത്, ചണ്ടി പീര എന്നൊക്കെ പറയും. ആ പീരയാണിത്. ആ പീര നമ്മളെന്ത് ചെയ്യും, വീണ്ടും അത് വേസ്റ്റ് ആകാത്ത രൂപത്തിൽ എന്ത് ചെയ്യും, ഇത് നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയെടുക്കും. എന്നിട്ട് നമ്മൾ മില്ല് കൊണ്ടുപോയി ആട്ടിയെടുക്കും. ആട്ടിയെടുത്ത് കഴിഞ്ഞാൽ എന്താവും, സാധാ രൂപത്തിൽ നമുക്ക് വെളിച്ചെണ്ണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാനുള്ള വെളിച്ചെണ്ണ അതിൻ്റെ കൂടെ തന്നെ കിട്ടും. അടുത്ത പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് പിന്നെ മെഷീനറിയോ സിസ്റ്റങ്ങളോ ഒന്നും നടക്കില്ല. നമ്മൾ പിന്നെ നല്ല വലിയ ഉരുളി എടുത്തിട്ട് നമ്മൾ തീമൽ വെച്ചിട്ട് നമ്മളത് പാലയിലേക്ക് ഒഴിച്ചിട്ട് അത് കത്തിച്ചെടുക്കുക തന്നെ വേണം. അതിൽ വേറെ മെഷീനറി സിസ്റ്റം ഒന്നും പറ്റില്ല. കാരണം അത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ പാലല്ല പെട്ടെന്ന് അടി പിടിക്കുക, അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ടാവും. ഇതിപ്പോൾ നമ്മുടെ ലാസ്റ്റ് പ്രോസസ്സിംഗ് ആണ്. ഈ നമ്മൾ തീ കത്തിച്ചിട്ട് ഇത് വറ്റുന്നത് വരെ, വെളിച്ചെണ്ണ ആകുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഫസ്റ്റത്തെ 1 മണിക്കൂർ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇതിൽ അടി പിടിക്കും, അതിന് സ്മെല്ല് മാറും, അങ്ങനെ പല പ്രശ്നങ്ങൾ വരും. അപ്പോൾ നല്ലോണം ക്ലിയർ ആക്കിയിട്ട് നോക്കണം. അതേപോലെ തന്നെ ഒരു വൈറ്റ് ഷെയ്ഡിങ് ആയി വരുന്നത് വരെ നമ്മൾ വെളിച്ചെണ്ണ ക്ലിയർ ആവുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഏതായാലും നല്ല ശ്രദ്ധിക്കണം. 1 മണിക്കൂർ ശ്രദ്ധിക്കണം. അതേപോലെ 4 മണിക്കൂർ ക്ലിയറായിട്ട് നമ്മൾ ഇതിൽ ശ്രദ്ധിച്ച് ഇതായി കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ആവുള്ളൂ. അത്രയും സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ നോക്കണം, ശ്രദ്ധിച്ചിട്ടേ ആവുള്ളൂ. അത്രയും ടൈം നമുക്ക് എടുക്കണം, സ്പെൻഡ് ചെയ്യണം. പെട്ടെന്നൊന്നും ആവില്ല. അപ്പോൾ ഇനി 4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇവരുടെ ബാക്കി പ്രോസസ്സ് നമുക്ക് കാണാൻ പറ്റൂ. ആ സമയത്ത് നമുക്ക് ഈ ഉരുക്കെണ്ണ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന കുറേ പ്രോഡക്റ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് കണ്ടിട്ട് തിരിച്ചു വരാം. ഇതാണ് നമ്മളെ വെർജിൻ കോക്കനട്ട് ഓയിൽ. ഇത് ബോട്ടിൽ ചെയ്തതാണ്. എല്ലാ മിനറൽസും ഇതിൽ അടങ്ങിയതുകൊണ്ടാണ് ഇതിന് ഞങ്ങൾ മിനറൽസ് എന്ന് പേരിട്ടത്. മുലപ്പാൽ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ല അത്രയും ലോറിക് ആസിഡ് കിട്ടുന്നത് ഈ പ്രൊഡക്റ്റിൽ നിന്നാണ്. ടെസ്റ്റ് റിപ്പോർട്ടിലൊക്കെ തെളിഞ്ഞതാണ്. ഇത് നമ്മുടെ മറ്റൊരു പ്രൊഡക്റ്റാണ്. ഇതിൽ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞൾ തന്നെ ഞങ്ങൾ തന്നെ കൃഷി ചെയ്തിട്ടുണ്ടാക്കുന്ന കസ്തൂരി മഞ്ഞൾ ഉപയോഗിച്ചിട്ടാണ് ഈ എണ്ണ ഉണ്ടാക്കുന്നത്. ഇതിൽ മുഖ്യമായിട്ടുള്ളത് വെർജിൻ കോക്കനട്ട് ഓയിലാണ്. അപ്പോൾ ഇത് മുഖത്തുള്ള പാടുകൾ, കളർ മാറ്റം, അതിനൊക്കെ തന്നെ ഏറ്റവും നന്നായി ഉപയോഗിക്കുന്നുണ്ട്. ഒരു കോസ്മെറ്റിക് ഐറ്റായിട്ട് ആണ് ഇത് ഞങ്ങൾ ഉണ്ടാക്കിയത്. ഇത് നമ്മളൊരു പിന്നെ കോസ്മെറ്റിക് ഐറ്റാണ്. കുളിയൊക്കെ കഴിഞ്ഞ് അതിലെ മുടിയിലേക്ക് തേക്കാൻ പറ്റുന്ന ഒരു എയർ ഓയിലാണ്. ഇതാണ് ഞങ്ങൾ താളി സോപ്പ് എന്ന് പറഞ്ഞത്. അതായത് ഈ എയർ ഓയിൽ ഉപയോഗിച്ചിട്ട്
തല കഴുകാനുള്ള താളി സോപ്പാണിത്. ഇതിൽ പിന്നെ ചെമ്പരത്തി അങ്ങനെയുള്ള കുറേ പച്ചമരുന്നുകളാണ് ചേർക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വെളിച്ചെണ്ണ, അതായത് നമ്മളെ വെർജിൻ കോക്കനട്ട് ഓയിൽ, അതുമാതിരി വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുമ്പോൾ ബാക്കി വരുന്ന കൽക്കം എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും, അത് ഇതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും പിന്നെ കൂടുതലായിട്ട് ഇതിൽ ഉപയോഗിക്കുന്നത്. അടുത്ത് നമ്മളെടുത്ത് ഉള്ളത് തേങ്ങാപ്പാൽ മാത്രം ഉപയോഗിച്ചിട്ട്, ഇത് എണ്ണ തേച്ചില്ലെങ്കിലും സാധാരണ കുളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തേങ്ങാപ്പാലാണ് ഇതിൻ്റെ മെയിനായിട്ടുണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ പിന്നെ വേറെ പച്ചമരുന്നുകളും. ഇത് കസ്തൂരി മഞ്ഞൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ള സോപ്പാണ്. ഇതും ഒരുപാട് ഇതിൻ്റെ ഉപയോഗങ്ങൾ അല്ലെങ്കിൽ ഇതിന് കിട്ടുന്ന ഗുണങ്ങൾ വളരെ വലുതാണ്. ശരീരത്തിനൊക്കെ ഉണ്ടാകുന്ന അസുഖങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നന്നായി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് ഇതൊക്കെ തന്നെ എല്ലാ ആവശ്യക്കാർക്ക് ഓർഡർ അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 4 മണിക്കൂറായി. നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു വെള്ളം പോലെ പൊങ്ങി നിൽക്കുന്നത് എണ്ണയാണ്. അപ്പോൾ നമ്മൾ രണ്ടായി പിരിഞ്ഞ് അങ്ങനെ വൈറ്റ് ഷെയ്ഡിങ്ങിലൂടെ വെളിച്ചെണ്ണ കാണാമല്ലോ അല്ലേ? അപ്പോൾ അങ്ങനെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് ടൈമാണ്, ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പുറത്തേക്ക് പെട്ടെന്ന് ചാടിപ്പോവും. അങ്ങനെ ഒരു അവസരം വരുമ്പോൾ അതാണ് ഇതിൻ്റെ മൂപ്പിന് കണക്കാക്കില്ലേ. ഈ ഒരു ടൈം ആയി കഴിഞ്ഞാൽ ഞങ്ങളിതെടുത്ത് പുറത്തേക്ക് വെക്കും. അതായത് ഈ ഒരു കളറായി കഴിഞ്ഞാൽ ആയി. അപ്പോൾ നമ്മൾ പിന്നെ ഇതിപ്പോൾ മുക്കി ഒഴിച്ച് ഒക്കെ റെഡിയായി വരുന്നുണ്ട്. ഇത് നമ്മൾ എന്താണോ ഒരാഴ്ച, മിനിമം ഒരാഴ്ചയെങ്കിലും ഇങ്ങനെ തന്നെ വെക്കണം. എന്നാൽ ഒരാഴ്ചയെങ്കിലും, അതെന്താ വെച്ചാൽ മാക്സിമം തെളിഞ്ഞാൽ ക്ലാരിറ്റി കിട്ടാനും വേണ്ടിയിട്ടാണ്. നമ്മൾ പെട്ടെന്ന് ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡസ്റ്റൊക്കെ പിന്നെ അടിയിൽ ഊറാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ നമ്മൾ ഒരാഴ്ച ആയിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റിയും ഇതൊക്കെ ക്ലിയറായിട്ട് എടുക്കുന്നു. ബോട്ടിലാക്കുമ്പോൾ അതിൽ പിന്നെ ഡസ്റ്റ് അടിഞ്ഞു കൂടുന്ന ആ പ്രശ്നം വരില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ലൈഫ് നല്ലോണം കിട്ടും. 1 ഇയർ എന്തായാലും ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇത്രയും ശ്രദ്ധിച്ചിരുന്നതുകൊണ്ട് കൂടുതൽ സമയമായിരിക്കും ഇപ്പോൾ നമ്മൾ വാങ്ങിയിരുന്നാലും. അതെ, നമ്മൾ പെട്ടെന്ന് പാക്കാക്കുമ്പോൾ എന്താവും, അതിൽ ഡസ്റ്റ് മെല്ലെ മെല്ലെ പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ ബോട്ടിലാണെങ്കിൽ ബോട്ടിൽ നിറക്കുകയാണ്, പെട്ടെന്ന് നിറക്കുകയാണെങ്കിൽ അതിൻ്റെ അടിയിൽ അടിഞ്ഞു കൂടും. പിന്നെ പിന്നെ റെഡ് കളറ് ആയിട്ട് അടിഞ്ഞു കൂടി അവിടെ കാണും. പക്ഷേ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന ഒരാഴ്ച ഒക്കെ ആക്കി ചെയ്യുമ്പോൾ പോലെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല, നല്ല ലൈഫ് കിട്ടും. നമുക്കിപ്പോൾ ഒഴിക്കുമ്പോൾ തന്നെ നല്ല തെളിഞ്ഞാണ് ഈ സാധനം വരുന്നത്. അതെ, ഞാൻ പറഞ്ഞു നമ്മളതിനെ പറഞ്ഞു നമ്മളതിൻ്റെ പ്രത്യേകത ഈ ക്ലാരിറ്റി, വൈറ്റ് ഷെയ്ഡിങ് ആണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. നമ്മളെ മാർക്കറ്റിൻ്റെ ഐഡൻറ്റിറ്റി അതൊക്കെ തന്നെയാണ്. നല്ല വൃത്തിയിലുണ്ടല്ലോ, നല്ല പ്യുവറായിട്ട്. അതെ, ഓക്കെ. നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു എണ്ണയെന്ന് പറഞ്ഞത് ഒരാഴ്ച തെളിയാൻ വെച്ചതിന് ശേഷം എടുത്ത എണ്ണയാണ്. ഇപ്പോൾ ഇത് അവരിതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇനി അവർ കുപ്പിയിലേക്കൊന്ന് പാക്ക് ചെയ്യാണ്. ഇപ്പം നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ നല്ല രീതിയിൽ തെളിഞ്ഞിട്ടുണ്ട്. ഇതുണ്ടാക്കാൻ പറ്റുന്നവർ മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇവരുടെ അടുത്ത് തന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ നമുക്ക് എവിടെ വേണോ ഈ സാധനം എത്തിച്ചേരും. നമുക്ക് നമ്മുടെ ആവശ്യക്കാർക്കനുസരിച്ച് ഏത് നിലയിൽ വേണമെങ്കിലും എത്തിച്ചു കൊടുക്കാൻ കഴിയും. അതായത് പിന്നെ കൊറിയറിലായിട്ടും മറ്റേതായിട്ടും എത്തിച്ചു കൊടുക്കാൻ പറ്റും. കൂടുതൽ നമ്മളെ പ്രൊഡക്റ്റുകൾ എടുത്ത് സെയിൽ ചെയ്യാൻ കഴിയുന്ന ഡിസ്ട്രിബ്യൂട്ടേഷനെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. എവിടെയാണെങ്കിലും ഏത് ജില്ലയിലാണെങ്കിലും നമുക്ക് ഡിസ്ട്രിബ്യൂഷന് കൊടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യാം. പിന്നെ അവരുടെ ബ്രാൻഡിൽ ഒരു ആരെങ്കിലും ഇത് ബ്രാൻഡ് ചെയ്ത് വിൽപ്പന നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ അവരുടെ ബ്രാൻഡിൽ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. അത് ബൾക്കായിട്ട് എത്തിച്ചു കൊടുക്കും. അതുമാതിരി തന്നെ പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്ന് താല്പര്യമുള്ളവർക്ക് അതിനുള്ള എല്ലാ വിവരങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുക. എല്ലാ സഹായങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. എൻ്റെ നമ്പർ 98 95 42 75 93. ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോ ഇനിയും നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.